രമ്യ ആരും അന്യാണോ? നമ്മുടെ വീട്ടിലെ അംഗമല്ലേ? എത്ര ദിവസം കുക്ക് ചെയ്ത് ഒരു പ്രാവശ്യം ഇത് പോലും ഞാനില്ല രമ്യാന്ന് പറഞ്ഞ് നോക്കൂ നോക്കൂ നോക്കൂ. അപ്പൊ അതായി പറയണേ. അല്ല നിഖിലാണോ? അല്ല ഒന്നുമില്ല, ഇത് ഒരു തമാശക്ക് കാണിച്ചിട്ടുണ്ടോ? കൊട്ടേഷൻ വെക്കരുത്. നിങ്ങളെ വീട്ടിൽ നിന്നല്ലേ വരുന്നത്? അയ്യോ ഇവിടെ ഉണ്ടായിരുന്നോ? എനിക്കറിയില്ല ഈ പാസ്ത പൈസ എങ്ങനെ വെക്കുന്നൊന്നും. ഞാൻ ഞാൻ ആദ്യം കേൾക്കാം. എനിക്ക് സർപ്രൈസ് ആയി. കാരണം അയിനോന്നല്ലേ അല്ല പറഞ്ഞു പറഞ്ഞു കൊടുക്കും. ഇത് നമ്മൾ ചെയ്തെടുത്ത് ഇങ്ങനെ ഇടണം. ഞാൻ ഇട്ടോളാം. എന്നാലും ആ മനുഷ്യനെ കൊണ്ട് എവിടെയെങ്കിലും ജോലി ചെയ്യിപ്പിക്കായിരുന്നു. ഇതാ വീട്ടിലൊന്നും ചെയ്യാറില്ല. അല്ല ഈ പായസം അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നില്ലേ? അപ്പൊ നമുക്ക് നല്ലൊരു നിങ്ങൾ ഓണം പാട്ട് പഠിക്കും. ഓണപ്പാട്ട് അല്ല, അതല്ലേ തെറ്റിപ്പോയി. അത് വൈകുന്നേരമാണോ പറഞ്ഞത്? അത് വൈകുന്നേരം പാടിയാ മതി. എന്റെ പ്രതീക്ഷ പുള്ളിക്കാരിക്ക് എന്റെ പ്രായത്തിലുള്ള ഒരു മോൻ ഉണ്ട് അതിനകത്ത്. അപ്പൊ ആ ഡയറക്ടർ എന്നെ അടുത്ത മോനായിട്ട് വിളിക്കും. അപ്പൊ പുള്ളിക്കാരുടെ മോനായിട്ട് അഭിനയിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. ഭയങ്കര വലിയ പെർഫോമൻസ് ആണല്ലോ. ഭയങ്കര എല്ലായിടത്തും ഭയങ്കര പെർഫോമൻസാ. എന്നിട്ട് കമ്മിറ്റിയൊക്കെ ഞങ്ങൾക്ക് ആണല്ലേ? അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡേഴ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മൈൽസ്റ്റോൺ ഇവന്റ്സ് പ്രസൻസ് ഓണമേളം 2024 കിച്ചൺ പാർട്ട്ണർ ഹോട്ടൽ ഹോളിഡേ ഇൻ കൊച്ചിൻ. ഇതിപ്പോ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊച്ചിയിലെ ഹോളിഡേ ഇന്നിന്റെ കിച്ചണിലാണ്. അതായത് ഈ കിച്ചൺ എന്ന് പറയുന്നത് നമ്മുടെ മൈൽസ്റ്റോണിന്റെ കിച്ചൺ കൂടിയാണ്. ഈ കിച്ചണിന്റെ സ്പെഷ്യൽ നെയിമാണ് മൈൽസ്റ്റോൺ കിച്ചൺ എന്ന് പറയുന്നത്. കാരണം എപ്പോഴും നമ്മുടെ ഫെസ്റ്റിവൽ എല്ലാം വരുമ്പോൾ ഓരോ സ്പെഷ്യൽ കണ്ടന്റുകളും ഓരോ സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഐറ്റം ഒക്കെ ആയിട്ട് ഈ കിച്ചണിലൂടെ ഞങ്ങൾ എത്രയോ തവണ ഇതിനകം തന്നെ നിങ്ങൾക്ക് ഓരോ സംഭവങ്ങൾ കുക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വീണ്ടും നമ്മുടെ ഇപ്പോൾ ഓണമൊക്കെ ആയിക്കൊണ്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ഈ പ്രാവശ്യത്തെ ഓണത്തിന് എന്ത് കുക്ക് ചെയ്യും, ആരെ കൂടെ ഗസ്റ്റായിട്ട് വിളിക്കും എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്വന്തം ഫാമിലി മെമ്പറായ, അതായത് നമുക്ക് എന്ത് ആവശ്യം വന്നാലും ഒന്ന് ഓടിച്ചിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് മൈൽസ്റ്റോണിൽ. അക്കൂട്ടത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന വളരെ ഐശ്വര്യമുള്ള ഒരു കപ്പിളാണ് ഇന്ന് നമ്മുടെ കൂടെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ ഓണം മേളത്തിൽ ജോയിൻ ചെയ്യാൻ പോണത്. മറ്റാരുമല്ല, വന്നോളൂ, നിതയും പ്രോമിയുമാണ്. നിങ്ങളെ വീട്ടിൽ നിന്നല്ലേ വരുന്നത്? ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനിവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ എവിടെ? അല്ല എനിക്ക് സുഖമല്ല. പെട്ടെന്ന് കണ്ടപ്പോ അല്ലെ 2 വയസ്സിന് വന്നപ്പോ ഈ സ്ലോ മോഷനിൽ ഇങ്ങനെ വന്നൊരു ഫീൽ ആയി പോയി ഞങ്ങക്ക്. അത് കാരണം കൊണ്ട് അതുകൊണ്ട് സോറി ട്ടോ. രാവിലെ ഓഫീസിൽ പോയിട്ട് ഉച്ചയ്ക്ക് കടയിൽ നിന്ന് വരുമ്പോഴും ഇത് തന്നെയാണോ? ഇങ്ങനെയാണോ വരാറ്? ഒന്നുമില്ലല്ലോ. പുച്ഛമാണോ? എട്ടി നിതേന്നാണോ വിളിക്കുന്നത്? നിതേന്ന് പോലും വിളിക്കാറുണ്ടാവില്ല. കംപ്ലീറ്റ് ആവാറില്ല. അതെ, ജ്വല്ലറിയുടെ പരസ്യത്തിനാണോ ഭാര്യയെ കൊണ്ട് ഈ സ്വന്തം ഇതൊക്കെ ഇടിപ്പിച്ച് നല്ല ഭംഗിയുണ്ടല്ലോ ചെട്ടിനാടല്ലേ? ഓണമൊക്കെ അല്ലേ, അതുകൊണ്ട് അപ്പൊ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടണ്ടേ? അപ്പോഴേ നമുക്കൊരു മനസ്സുകൊള്ളൂ. അല്ല, ഈ ഞങ്ങൾക്കൊക്കെ കോസ്റ്റ്യൂം കട്ടസും ജ്വൽ കട്ടസും ഒക്കെ കിട്ടുന്ന പോലെ ഭാര്യയ്ക്കും അങ്ങനെയാണ്. ഇട്ട് കഴിയുമ്പോ തിരിച്ച് കടയിൽ കൊണ്ടുപോയി വെക്കാനാണോ അതോ ഓണം ഗിഫ്റ്റ് ആണോ? ചെട്ടിയാരുടെ അല്ല, ചെട്ടിയാരുടെ അല്ല, നമ്മുടെ തന്നെയാണ്. നല്ല ജ്വല്ലറി ഓണറാണല്ലോ അല്ലേ? അതെ അതെ. അപ്പൊ അതൊക്കെ നിക്കട്ടെ. ജ്വല്ലറിയുടെ ഇത് സംഭവമൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. ഓണം സ്പെഷ്യൽ ആയതുകൊണ്ടാണ്. പക്ഷെ ഇത് നല്ല ഓണം സ്പെഷ്യൽ ആയിട്ട് നല്ല ഐശ്വര്യമായിട്ട് വന്നിട്ടുണ്ട്. ഇത് ക്രിസ്മസ് സ്പെഷ്യൽ പോലെ ഇരിക്കുന്നുണ്ടല്ലോ. പിന്നെ തിളങ്ങി ഞാനിത് പൊക്കി കാണിക്കാൻ പറ്റുമോ? ഇവിടെ മാത്രം ഓണം ഇട്ടിട്ട് കാര്യമില്ല. ഇവിടെ ഈ കുട്ടി ഇങ്ങനെ തന്നെയാണല്ലേ? അല്ല, അവിടെ മാത്രം ഭംഗിയുള്ളൂ. അപ്പൊ ഇവിടെ ഭംഗിയില്ലേ? ഇവിടുത്തെ ഭംഗി കുറച്ച് ഇങ്ങനെ മുല്ലപ്പൂമ്പടി ഏറ്റ് കിടന്നത് കൊണ്ട് കുറച്ച് കിട്ടിയിട്ടുണ്ടെന്ന്. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം രമ്യനെ കാണണല്ലേ? രമ്യ ലുക്സ് ബ്യൂട്ടിഫുൾ അല്ലേ? അതൊക്കെ പോട്ടെ, നമ്മളുടെ ഈ തഗ്ഗും ഇതൊന്നും താങ്ങില്ല. കാണുമ്പോ ബ്യൂട്ടിഫുൾ ആന്നൊക്കെ പറയും, പക്ഷെ എന്നെ കാണുമ്പോ ഇതുവരെ
പറഞ്ഞിട്ടില്ല. ഇന്ന് ഇവിടുന്ന് ബ്യൂട്ടിഫുൾ ആണ് എന്റെ നിതക്കുട്ടി എന്ന് പറയിപ്പിച്ചിട്ടേ ഞാൻ വിടുള്ളൂ. അതാണ് കണ്ടാ, ഈ സ്പിരിറ്റ് പോലും നിധിക്കില്ലല്ലോ. ആ അത് പറഞ്ഞു മടുത്തതിന്റെ ക്ഷീണമാണ്. മാത്രം സ്പിരിറ്റ് ഇല്ലാത്തതുള്ളൂ. നമ്മളെ ഇവിടെ കണ്ടോ നല്ല വെയിറ്റുള്ള പാത്രം കടായിയൊക്കെ വെച്ചിട്ട് നമ്മളിവിടെ റെഡിയായി നിൽക്കുന്ന എന്താണെന്നറിയോ? ഇവിടെ നമ്മളിപ്പോ ഒരു ഓണത്തിന്റെ സ്പെഷ്യലാണ്. ഓണത്തിന്റെ സ്പെഷ്യൽ എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ കൂട്ടുകറിയും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാലും എപ്പോഴും ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരാ പായസം തന്നെയാണ്. അപ്പൊ എന്ത് പായസം ഉണ്ടാക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഞാൻ വിചാരിച്ചത് നമ്മുടെ ഗസ്റ്റിന് ഏറ്റവും ഇഷ്ടമുള്ള പായസമാണ് പാസ്ത പായസം. അപ്പൊ അത് തന്നെ ഇവർക്ക് അങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പക്ഷേ ഇവര് നമ്മുടെ മൈൽ സ്റ്റോൺ കിച്ചണിൽ വന്നിരിക്കുന്നത് കൊണ്ട് ഇവരെ വെച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരെ നമ്മൾ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടം പാസ്ത പായസം എന്നാൽ ശരി നിങ്ങൾ കയറി കുക്ക് ചെയ്തോളൂ എന്ന് നമ്മൾ പറയില്ലല്ലോ. അതൊരു മര്യാദകേടായതുകൊണ്ട് തീരെ മര്യാദയില്ലാത്ത പരിപാടിയാണ്. അതുകൊണ്ട് ഈ ഒരു ദൗത്യം ഞാൻ അങ്ങ് ഏറ്റെടുക്കുകയാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് അതാ ഞാൻ പറയാൻ വന്നത്. എനിക്കറിയില്ല ഈ പാസ്ത പായസം എങ്ങനെ വെക്കുന്നൊന്നും. ഞാൻ ആദ്യം കേൾക്കാം. എനിക്ക് സർപ്രൈസ് ആയി. കാരണം ഞാൻ ചോദിക്കട്ടെ, ഈ പാസ്ത പായസം നിതയുടെ ഫേവറേറ്റ് ആണോ പ്രോമിയുടെ ഫേവറേറ്റ് ആണോ? ആക്ച്വലി നിതയാണ് അത് ഉണ്ടാക്കി എനിക്ക് ആദ്യം തന്നത്. പക്ഷെ എനിക്ക് അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നി. നല്ല പായസം കാണുമ്പോൾ അറിയാലോ. അപ്പൊ ഞാൻ അതുകൊണ്ടാ പറഞ്ഞ പാസ്തയിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഈ കോണ്ടിനെന്റലും നാടൻ സാധനങ്ങളും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇപ്രാവശ്യത്തെ ഓണത്തിന് നമ്മൾ വിളമ്പാൻ പോവുകയാണ്. അപ്പൊ ഇതെന്തായാലും എനിക്കറിയില്ല, ഇവര് പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോമി തന്നെ പറയൂ, ഫസ്റ്റ് നമ്മൾ ഇത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് പായസം ഉണ്ടാക്കാൻ? നമ്മള് ഇപ്പൊ എന്ത് ഒരു പരിപാടിയാണെങ്കിലും എന്ത് ഉത്സവമാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ആഘോഷമാണെങ്കിലും നമുക്ക് ബാക്കി കുറെ കുക്കിംഗ് ഒക്കെ ചെയ്യാനുണ്ടാവും. അതിന്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു മധുരം കൂടെ ഉണ്ടാക്കണം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഒരുപാട് സമയം കളയാനുമില്ല. എന്നാ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ടേസ്റ്റി ആയിട്ട് നമുക്കൊരു ഡിഷ് വേണം. ഓക്കെ, അങ്ങനെ ഉണ്ടാക്കി പ്രോമി ഉണ്ടാക്കിയ ഐറ്റമാണ് പാസ്ത പായസം. വീട്ടില് പ്രോമിയുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്നത് പ്രോമിയുടെ വീട്ടിൽ എപ്പോഴും എല്ലാം കുക്ക് ചെയ്യണത് നിതയല്ലല്ലോ. നിത ഷൂട്ടിങ്ങും തിരക്കുമായിട്ട് പോവല്ലേ? അല്ലേ? അങ്ങനെ നോക്കരുത്, സീൻ മാറി പോകും. അല്ല പ്രോമി കിച്ചണിലുമായിട്ടുള്ള പക്ഷെ ഇത് പറഞ്ഞു കൊടുക്കണം ഞാനാണ്. അപ്പൊ അറിയാറുണ്ട്. എന്നാ പറഞ്ഞു നോക്കട്ടെ, എന്താണ് പാസ്ത പായസത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ്? എന്താ ഫസ്റ്റ് സ്റ്റേജ്? നമുക്ക് ആദ്യം തന്നെ ഒരു കടായി വേണം. അതാണല്ലോ ഇതേ ഇരിക്കുന്നത്. ഇതാ പറഞ്ഞാട്ടെ. എന്നിട്ട് നമ്മളിത് ലൈറ്റർ ആണല്ലോ, ഇതാണല്ലോ ലൈറ്റർ. അപ്പൊ ഇതാണല്ലോ അപ്പൊ നമ്മള് ലൈറ്ററും സ്റ്റൗവും ഒരുമിച്ച് അറിയോന്ന് അറിയട്ടെ. ഗ്യാസ് എത്തിക്കാൻ അറിയാൻ നോക്കട്ടെ. ജ്വല്ലറിയും ബിസിനസ്സും കാശുണ്ടാക്കുന്ന വഴികളെല്ലാം മാത്രം അറിഞ്ഞാ പോരല്ലോ. എന്റെ പൊന്നോ, പണി അറിയില്ല, മനസ്സിലായി. മിണ്ടി പോരുത്, അങ്ങോട്ട് മാറി നിൽക്ക. ഇനി ഞാൻ കത്തിച്ചോളാം. ഗ്യാസ് എത്തിക്കാൻ പോലും അറിയില്ല. ശരി, ഇത് കത്തി കത്തിച്ചു. ഇങ്ങനെയാണ് ഗ്യാസ് എത്തിക്കുന്നത്. ലൈറ്ററൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിന്റെ ആവശ്യമില്ല. പ്രോമി അതെല്ലാം മനസ്സിലായി. അതുകൊണ്ട് ഇനി എണ്ണ ഒഴിക്കണോ പായസത്തിനകത്ത്? അല്ലേ നിത, ഇത് എങ്ങോട്ടുള്ള പോക്കാ നിത? ഞാൻ ഇവിടുന്ന് ഒന്ന് നിങ്ങളുടെ വിത്ത് യുവർ പെർമിഷൻ നമ്മുടെ മൈൽ സ്റ്റോണില് ആദ്യമായിട്ട് ഹോം ടൂർ എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങിയത് തന്നെ ഇവരുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീട്ടിൽ നിന്നാണ്. അവിടെ നിന്ന് മൈൽ സ്റ്റോണിന്റെ ഹോം ടൂർ ഉണ്ടല്ലോ, വെച്ചടി ഒരു ഗേറ്റ് എന്ന് പറയുന്ന പോലെ ഭയങ്കര വ്യൂവർഷിപ്പ് ആയിരുന്നു. കാരണം ഇവരുടെ വീട് കാണാൻ നല്ല രസമാണ്. ഭയങ്കര വലിയ വീടാണ്, നല്ല രസമുള്ള വീടാണ്. അതെ, നല്ല ഭംഗിയുള്ള വീടാണ്. മഴവിൽ മനോരമയുടെ ഫസ്റ്റ് ഷോ വെറുതെ ഭാര്യ ഞങ്ങൾ തുടങ്ങിയില്ലേ? ഫസ്റ്റ് ഷോ ഞങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡ് ആർക്കാ ശരിക്കും ഐശ്വര്യം? ഇതൊക്കെയാണോ അത് പ്രോമിക്കാണോ ഐശ്വര്യം? ഓക്കെ, അപ്പൊ ഐശ്വര്യം പ്രോമിക്ക് അല്ല, പിന്നെ കൈപുണ്യം നിരക്ക്. ഞങ്ങള് ഒറ്റയ്ക്ക് പോയ ഐശ്വര്യം ഇല്ല. രണ്ടുപേരും നിന്നാലേ ഈ ഐശ്വര്യം. പറഞ്ഞു കൊടുക്കല്ലേ? അറിയോ, ഞങ്ങൾ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴേ ഇടയ്ക്കൊക്കെ നമ്മൾ ഓരോ ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കാൻ കയറുമല്ലോ. ഇപ്പൊ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിർത്തി ഹോട്ടലിൽ കയറും. നമ്മൾ കയറുമ്പോ ആ സമയത്ത് ആ ഹോട്ടലിൽ ആരും ഉണ്ടാവില്ല. ഞങ്ങള് കയറി 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങള് അല്ല, എനിക്കും അത് ഫീൽ ചെയ്യാറുണ്ട്. ഞാനും എന്റെ മോളും എപ്പോഴും പറയും, ഞങ്ങളും ചെന്നിരിക്കുമ്പോ ആരും ഇല്ലല്ലോ. ഇപ്പൊ നമ്മള് വന്നില്ല, അവൾ എപ്പോഴും പറയും നിറയെ തിരക്ക്. എന്തോ ഉണ്ട്, നമുക്ക് വന്നിട്ടില്ലല്ലോ. ദേ അവിടെ നെയ് വന്നിട്ടുണ്ട്.
നമുക്ക് ആ, ഞാൻ തരാം. കുറച്ച് ആദ്യം നെയ്യാണ് നെയ്യിട്ടോ ഒഴിക്കേണ്ടത്. നെയ്യ് ഞാൻ ഒഴിച്ചോ പറഞ്ഞോളാം. അല്ല, ഞാൻ ഒഴിക്കണില്ല, നിങ്ങൾ ഒഴിച്ചാൽ മതി. കേട്ടോ ഞാൻ പറഞ്ഞുതരാം. നെയ്യ് ഇടാ ദാ ആദ്യം എന്താ വേണ്ടതല്ലേ ചോദിച്ചാൽ അതെ ആദ്യം നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിക്കാം. ഓക്കെ നെയ്യ് അപ്പൊ ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കുക. ഓക്കെ ഇനി നമുക്ക് പറയൂ. കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം. അപ്പൊ ഒരുപാട് നെയ്യൊന്നും വേണ്ട. ശരി കുറച്ച് നെയ്യ് ഒഴിച്ചു. എന്നിട്ട് എന്താ ഇടണ്ടേ? ഇനി നമ്മുടെ കിസ്മിസും കാഷ്യൂനട്ടും ഓക്കെ വറുത്ത് കോരണം. ഓക്കെ ശരി, വറുത്ത് പോരാം. ഓക്കെ, ഇത് ഇവിടെ ഉണ്ടല്ലോ. Cashew still not done. അത് നമുക്ക് ഉള്ളത് വെച്ചിട്ട് ഇടാം. ഇനി എന്താ ചെയ്യണ്ടേ? നമ്മള് കാഷ്നട്ടും റൈസിനും ഒക്കെ നമ്മൾ വറുത്ത് പോരി. ഇനി എന്താ ചെയ്യാം? നമുക്ക് കുറച്ച് നെയ്യ് ബാക്കിയുണ്ട്. അതിലേക്ക് തന്നെ തേങ്ങാപ്പാൽ ഇടുക, പാലൊഴിക്കാം. ഇപ്പൊ ഗസ്റ്റിനെ പാലല്ല, Nida, you പാലാണോ? just leave her. ഇത് പശുമ്പാലാണ്. ഓക്കെ, പശുമ്പാൽ ഇടാണ്. ഓക്കെ, ഞാൻ പൂർണ്ണമായിട്ട് ഒഴിക്കാം. കൈമുട്ടരുത്. സ്പൂണൊന്നും ഇല്ല, ഇത് വെച്ചിട്ട് പതേശം ഒഴിക്കാം. തെറിക്കരുത്. കൈമുട്ടരുത്. എണ്ണയിലേക്കാണ് ഒഴിക്കണേ. നിറച്ചൊഴിക്കണം, കുറച്ചൊഴിക്കരുത്. നിറച്ചൊഴിക്കട്ടെ. ഞങ്ങൾ ഒഴിച്ചു. ഇത് ഫുൾ ഇടാം അല്ലേ? ഒഴിച്ചോ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അതെ അങ്ങനെ ഒഴിച്ചു. ഇങ്ങനെ ഒഴിച്ചിട്ട് അത് അങ്ങോട്ട് കൊടുത്തേ, അല്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ. ഞാൻ പറഞ്ഞു തരാല്ല, പേടിക്കണ്ട. ഓ ശരി, ടെൻഷൻ 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 ടെൻഷൻ. ഞാനില്ലേ. അതെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട് ഇപ്പൊ എലിവേറ്റ് ചെയ്തു, ഇപ്പൊ ഇവിടെ കുറച്ച് റിനോവേഷൻ ചെയ്തു, അതൊക്കെ മാത്രം ഒന്ന് മാറ്റി. ആണോ? ബൈറ്റ് ഹോംസ് ഫോറിന്റെ ആണോ നിങ്ങളുടെ വീട്? ബൈറ്റ് ഹോംസ് ഫോർ എന്ന് പറഞ്ഞ അവരാണോ ചെയ്തത് നിങ്ങളുടെ വീട്? അല്ല. അപ്പൊ അതറിയോ എന്താ? പാത്രം തരും, അതിൽ വെക്കാം. ബൈറ്റ് ഹോംസ് ഫോർ എന്താന്ന് അറിയോ? അപ്പം ഇല്ല, അറിയില്ലേ? എന്നാ അത് പറഞ്ഞ് പഠിച്ചിട്ട് പോയാ മതി. ബൈറ്റ് ഹോംസ് ഫോർ എന്ന് പറഞ്ഞത് അറിയില്ലേ? ശരിക്കും പറയണോ? അല്ല, എന്താന്നറിയോ, ബൈറ്റ് ഹോംസ് ഫോർ പറയണത് നല്ല ഒരു എന്താ പറയാ, എല്ലാവർക്കും അല്ല, അവരൊരു കൺസ്ട്രക്ഷൻ ഗ്രൂപ്പാണ്. പക്ഷെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് എപ്പോഴും എല്ലാവർക്കും അതെ വീട് പണിയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എത്രയായാലും വലിയൊരു ബഡ്ജറ്റ് ആവും. അപ്പൊ എല്ലാവരും അയ്യോ ഈ ഫുൾ ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ വീട് പണിയും എന്നൊക്കെ എല്ലാവരും മനസ്സിൽ വറിയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ബൈറ്റ് ഹോംസ് ഫോർ അവിടെ നല്ല രീതിയിൽ സൂപ്പർ ഹീറോ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഹാഫ് പൈസ കിട്ടിയാൽ മാത്രം മതി ആദ്യമേ. ബാക്കിയുള്ള ഹാഫ് പൈസ നമ്മൾ 50 തവണകളായിട്ട് നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ഇങ്ങനെ ബാക്കി അടച്ചാൽ മതി. പിന്നെ അവരുടെ ഏറ്റവും നല്ലൊരു ഫെസിലിറ്റി എന്ന് പറയുന്നത് അവർ ലൈവായിട്ട് സൈറ്റിൽ നടക്കുന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് ഈ ആപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം അറിയാൻ പറ്റും. പിന്നെ പ്ലാൻ എല്ലാം അവർ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്തു തരും, ഏതൊക്കെ പ്ലാൻ വേണം. അപ്പം നമ്മൾ അങ്ങനെ നേരിട്ട് പോയി നമ്മൾ അങ്ങനെ ചെയ്യണമെന്നില്ല. ഇപ്പം ഓണം ഇതൊക്കെ വരുമ്പോൾ എല്ലാവരും അതെ കുറച്ച് ഫെസ്റ്റിവലൊക്കെ ആകുമ്പോൾ കുറച്ച് പൈസ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഇപ്പോൾ ബൈറ്റ് ഹോംസിന്റെ നല്ലൊരു പുതിയൊരു വീട് കേട്ടോ. നിങ്ങളുടെ വീടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ വീടിനെ കുറിച്ച് ഞാൻ ഓർത്ത് ബൈറ്റ് ഹോംസ് ഫോറിനെ കുറിച്ച്. അതല്ല, നിങ്ങൾക്ക് ഇപ്പൊ ആർക്കെങ്കിലും ആണെങ്കിലും പറഞ്ഞു കൊടുക്കാലോ. ഒരു ജസ്റ്റ് പറഞ്ഞു. അതിനായിട്ട് വീട് പണിയാല്ലേ? അത് തന്നെ കണ്ടോ, ഈ പ്രോമിയാണ്. നമ്മുടെ പാല് ചൂടാവാണ്, ഇതിന്റെ കൂടെ ഇടാം. എന്താ സാധനം? പാലൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോ നമ്മുടെ പാസ്ത നമ്മള് നേരത്തെ വേവിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ മാക്രോണി ഫുൾ ഇടട്ടെ? മാക്രോണി ഫുൾ ഇട്ടോ. ഇത് ചൂടായി. ഇത് മാക്രോണി ഇതാ. ഓക്കെ, അത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്, അതിനകത്തേക്ക് ഇടാണ്. അപ്പൊ ഇത് നമുക്ക് മാറ്റാം. ഇത് വെന്തില്ലേ? ഇത് കുറച്ച് പഞ്ചസാര, പഞ്ചാരക്കുട്ടനെ കൊടുക്കാം. പഞ്ചസാരയുടെ അതല്ലേ പഞ്ചാരക്കുട്ടൻ? ആക്ച്വലി ഇത് പഞ്ചസാരയാണോ പഞ്ചാരയാണോ? പഞ്ചസാര. എനിക്കിത് പഞ്ചാര. പഞ്ചാര കുഞ്ചു 2 3 മതി. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് അവിടെ കിട്ടേണ്ട ഒരു റെസ്പെക്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടെ സേഫ് ആണ്. അങ്ങനത്തെ ഒരു ഫീൽ അങ്ങനെ എന്തെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മൾ കുറച്ചും കൂടെ മെച്യൂർഡ് ആണ്, കല്യാണമൊക്കെ കഴിഞ്ഞു, അപ്പൊ നമ്മളെ കുറച്ചും കൂടെ ആൾക്കാർ റെസ്പെക്ട് ചെയ്യണു. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്നവരാ. ചിലര് സിനിമയിൽ വർക്ക് ചെയ്യുന്നു, ചിലര് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു, ചിലര് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു, ചിലര് ഓഫീസ് വർക്ക്, പ്യൂൺ മുതല് അങ്ങനെ പല ജോലികളും ചെയ്യുന്നുണ്ട്. എല്ലാ മേഖലയിലും എനിക്ക് തോന്നുന്നു എല്ലാ മേഖലയിലും ഒരുപോലെ തന്നെയാണ്. ഇപ്പൊ ഈ പറയുന്ന കല്യാണം കഴിച്ചതാണോ, കല്യാണം കഴിഞ്ഞിട്ടില്ലേ, റെസ്പെക്ട്, പെണ്ണുങ്ങളോടുള്ള റെസ്പെക്ട്, ഇതെല്ലാ മേഖലയിലും ഒരുപോലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എങ്ങനെയാണോ അതുപോലെ മറ്റുള്ളവര് നമ്മളോട് പെരുമാറുന്നു. നമ്മുടെ സ്റ്റാൻഡ് എന്താണോ അത് കണ്ടാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളോട് പെരുമാറുന്നത്. അപ്പൊ അതുകൊണ്ട് അപ്പൊ നമ്മള് നമ്മുടെ ഒരു നിലപാടിൽ നിന്നേക്കാം.
ഇപ്പോ കല്യാണം കഴിഞ്ഞതായതുകൊണ്ട് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതുകൊണ്ട് എനിക്ക് കൂടുതൽ റെസ്പെക്ട് വേണം, എന്നെ എല്ലാവരും റെസ്പെക്ട് ചെയ്യണം, അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. റെസ്പെക്ട് എന്നൊക്കെ പറയുന്ന സാധനം നമ്മുടെ ഒരു സ്വഭാവമോ അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ഒരു വ്യക്തിത്വം കണ്ട് ബാക്കിയുള്ളവര് നമുക്ക് തരുന്നതാണല്ലോ റെസ്പെക്ട്. ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നല്ലേ പറയാ. തീർച്ചയായിട്ടും റെസ്പോണ്ട് എന്നാണ് ഇത് ഉദ്ദേശിച്ചത്. ഹൗ വി റെസ്പോണ്ട്, അതുപോലത്തെ റെസ്പോൺസ് നമുക്ക് തിരിച്ചു ഉദ്ദേശിച്ചത്. അതെ അതന്നെ. പക്ഷെ പ്രോമിയുടെ ഭാഗത്തൊന്നും അങ്ങനെ കിട്ടുന്നുണ്ടോ? എന്റെ ഭാഗത്തുനിന്ന് അതൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ തന്നെ അല്ല, നിങ്ങളുടെ കുഴപ്പം എന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ലേ? പറഞ്ഞാലും ഞങ്ങൾ അവസാനം വന്നെത്തുന്നത് എന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ലേ? എപ്പോഴും ഇല്ല. എനിക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ നിക്കുന്നത്. ഇന്ന് രാവിലെ എന്താ പ്രോമി രാവിലെ വീട്ടിലുണ്ടാക്കിയേ? പറ. ഇന്ന് രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ? എന്താ ഉണ്ടാക്കിയേ? ആര് പ്രോമി ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല, പ്രോമി അടുക്കള കേറാറില്ല. സത്യം. ഇന്ന് രാവിലെ ആക്ച്വലി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അതെന്താ കഴിക്കാതെ? എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു, കാലത്ത് തന്നെ ഞാൻ പോയി. ഓ സർ ഭയങ്കര തിരക്കിലാണ്. എന്താ ഷൂട്ടായിരുന്നു സർ? ഞാനിപ്പോ മൊത്തത്തിൽ ഉള്ളത് പറയണോ? അത് അല്ലല്ല, ഇന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു ആൽബം ചെയ്യണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊരു സാധനം ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ കൂടി ഒരു സാധനം ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ചെറിയ വർക്ക് ഉണ്ട്. പൊതുവെ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം? എന്താ? ദോശ. ആണോ? നിതയ്ക്കോ? എനിക്ക് ഇഡ്ലി. ആ, അപ്പൊ ഒരേ ഒരു മാവ് അരച്ചാ മതി ദോശയും ഇഡ്ലിയും. ദോശയും ഇഡ്ലി അല്ല, ദോശ, ഇഡ്ലി, പുട്ട്, അപ്പം, ഇതെല്ലാം മാറി. ഓക്കെ, മാറി മാറി. ആഴ്ചയിൽ ഒരു ദിവസം പൂരി ഉണ്ടാവും. അങ്ങനെ എല്ലാം ഉണ്ടാവും. ഇനി കുറച്ച് ഏലക്കാപ്പൊടി ഇടാം. ഏലക്കാപ്പൊടി. ഇതാണ് ഏലക്കാപ്പൊടി എന്ന് പറയുന്നത്. അതെ, ഇത് നമ്മൾ ഇച്ചെടുത്ത് ഇങ്ങനെ ഇടണം. ഞാൻ ഇട്ടോളാം. ഇട്ടോളാം. എന്നാലും ആ മനുഷ്യനെ കൊണ്ട് എവിടെയെങ്കിലും ജോലി ചെയ്യിപ്പിക്കായിരുന്നു നീത. വീട്ടിലൊന്നും ചെയ്യാറില്ല. അല്ല, ഈ പായസം അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നില്ലേ? അതെ, വിളിക്കാതെ കല്യാണത്തിന് എന്തെങ്കിലും പോയിട്ടുണ്ടോ? ഉണ്ടോ? പ്രോമിയുടെ കയ്യിലിരിപ്പ് വെച്ചിരിക്കും. കല്യാണത്തിന് പോയിട്ടുണ്ടോ? വേറൊരു പരിപാടിക്ക് ഞങ്ങൾ കയറി ചെന്നിട്ടുണ്ട്. അതായത് ഒരു കല്യാണ സീസൺ. അപ്പൊ ഞങ്ങള് തൃശ്ശൂർ ഭാഗത്തൊരു സ്ഥലത്തേക്ക് കല്യാണത്തിന് പോവാണ്. അവിടെ പോകുന്ന വഴിക്ക് 2-3 ഹാള്, ഒരു പള്ളിക്ക് 2-3 ഹാൾ ഉണ്ട്. അതിങ്ങനെ അടുപ്പിച്ചായിട്ടാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇത് ഏത് ഹാളിലാണ്, സ്ഥലം അത് തന്നെ, പക്ഷെ എല്ലാ ഹാളും അടുത്തടുത്ത്. ഇതിൽ ആദ്യം കണ്ടൊരു ഹാള് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ സ്ഥലം എത്തി, ഇതാണല്ലോ ഹാളെന്ന് വിചാരിച്ചു വേഗം അവിടെ ചാടി ഇറങ്ങി. ഞങ്ങൾ ചെന്ന് അവിടെ ഇറങ്ങിയ വഴി നമ്മുടെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും നമ്മൾ കണ്ട് പരിചയം ഉണ്ടല്ലോ, ചെന്ന് ഇറങ്ങിയ വഴി പ്രോമി വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ നമ്മുടെ കാണുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ എല്ലാരും അവിടെ സ്റ്റേജിന്റെ അടുത്തുണ്ടാവും വിചാരിച്ചു. അവിടെ നിന്ന് ഇറങ്ങി വാ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞു നമ്മളെ സ്റ്റേജിന്റെ അവിടെ വരെ എത്തിച്ചു. അവിടെ വരെ ചെന്നപ്പോ ഞാൻ പ്രോമിനെ പിടിച്ചു കയ്യില്, കാരണം സ്റ്റേജിൽ പേരെഴുതി വെച്ചിട്ടില്ല. അത് വേറെ ഞങ്ങളെ ചേട്ടനോട് ചേട്ടാ ഞങ്ങൾക്ക് മാറിപ്പോയി, കാരണം ചേട്ടൻ ഞങ്ങളെ സ്റ്റേജ് കയറ്റാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞു അത് കുഴപ്പമില്ല, നിങ്ങൾ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് ഞങ്ങള് സ്റ്റേജിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്തോട്ടു. എന്നിട്ട് ഭക്ഷണം കഴിച്ചില്ല. അത് വിളിക്കാത്ത കല്യാണത്തിന് ചെന്ന് ഭക്ഷണം കൂടെ കഴിക്കണം. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? ഇനി അടുത്ത എന്താ? ഇനി നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. മിൽക്ക് മെയ്ഡ്. ഓക്കെ സർ, പാസ്ത കുക്ക് ആയിട്ടുണ്ടാവും, നന്നായി കുക്ക് ആയിട്ടുണ്ട്. ഓൾറെഡി കുക്ക്ഡ് ആയിരുന്നല്ലോ. ലാസ്റ്റ് എന്തൊക്കെ ഈ പാലൊക്കെ പറയാമോ? നമ്മള് ആ പാല് ഒഴിച്ചു, ഒന്ന് തിളച്ചു വന്നപ്പോ വേവിച്ചു വെച്ച പാസ്ത ഇട്ടു. അത് കഴിഞ്ഞ് പാസ്ത ഒന്ന് ആ പാലിലൊന്ന് കുതിർന്ന് കഴിയുമ്പോ നമ്മള് പഞ്ചസാര ഇട്ടു, അതിനുശേഷം ഏലക്കപ്പൊടി ഇട്ടു. ഇനി മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് പ്രോമി. യെസ്. ഈ പ്രോമിയുടെ ഞാൻ നേരത്തെ ഇവരുടെ ഇന്റർവ്യൂ എടുത്തപ്പോഴും ഇപ്പൊ ഇന്നാണല്ലോ അതെ, പ്രോമിക്ക് ഒരു മാറ്റവും ഇല്ല. ഇന്റർവ്യൂവിൽ വന്നാൽ പ്രോമി ആയിരിക്കും തിളങ്ങുന്നുണ്ടാവുക. ഭയങ്കര വലിയ പെർഫോമൻസ് ആണല്ലോ. ഭയങ്കര എല്ലായിടത്തും ഭയങ്കര പെർഫോമൻസാ. എന്നിട്ട് അയ്യോ എനിക്ക് വയ്യ. ആണല്ലേ? അതെ മതി, കുറച്ചിട്ടോ. ഒരു സ്പൂൺ കൂടെ, വളരെ ചെറിയ സ്പൂൺ അല്ലേ? ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറച്ചും കൂടെ പാല് ഏറ്റവും ലാസ്റ്റ്. ഓക്കെ,
അപ്പൊ ഇതിനു ശേഷം നമ്മള് ഈ കാച്ചി വെച്ചിരിക്കുന്ന കശുനണ്ടിയും കാച്ചി വെച്ചിരിക്കുന്ന ഞങ്ങളുടെ അവിടെ അങ്ങനെ പറയും, വറുത്ത് വെച്ചിരിക്കുന്ന കശുനണ്ടിയും കിസ്മസും നമ്മൾ ഇതിനകത്തിട്ട് ഇളക്കുന്നു. ഇങ്ങനെയാണോ പ്രോമി ഇടുന്നത്? അല്ല, ഇവിടെ വന്നപ്പോ എന്താ എത്ര ഉത്സാഹം ഈ കുക്ക് ചെയ്യാനായിട്ട്? ഒരുപാട് ഇതൊക്കെ ചെയ്തണ്ടേ എന്നെ അല്ല, വീട്ടിൽ വെച്ച് എന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും വരാറില്ലല്ലോ. 50 പേര് കുക്ക് ചെയ്യാൻ വരുമ്പോഴും പ്രോമി ഹെൽപ്പ് ചെയ്യില്ലേ? അല്ല, 50 പേര് കഴിക്കാൻ വരുമ്പോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത്. എന്റെ പൊന്നെ മട്ടും പാവൊക്കെ മാറിയല്ലോ. എന്തൊരു help രമ്യൊക്കെ നിക്കാല്ലേ ഞങ്ങള് കുക്ക് ചെയ്യട്ടെ. അതല്ല ഞാൻ പറഞ്ഞത്, രമ്യ നിന്നപ്പോഴാണല്ലോ പ്രോമിക്ക് ഇത്ര കുക്ക് ചെയ്യാനുള്ള. എന്ത് പാട്. രമ്യ ആരും അന്യാണോ? നമ്മുടെ വീട്ടിലെ അംഗമല്ലേ? എത്ര ദിവസം കുക്ക് ചെയ്യാൻ ഒരു പ്രാവശ്യം പോലും ഇത് ഞാനും രമ്യാന്ന് പറഞ്ഞ നോക്കൂ നോക്കൂ നോക്കൂ. അപ്പൊ അതായി പറയണേ. വഴക്കിടല്ലേ, നമുക്ക് ഓണത്തല്ലൊക്കെ പിന്നെ ഇത് എപ്പോഴും ഉള്ളത്. ആരെങ്കിലും കാണുമ്പോഴത്തേക്കും ഭയങ്കര കുക്കിംഗ് കഴിഞ്ഞു. ആ വീട്ടിൽ ഒറ്റ കേൾക്കുമ്പോ ഇതുവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും വന്നിട്ടില്ല. അല്ല ഒന്നുമില്ല, ഇതുവരെ തമാശക്ക് കൊട്ടേഷൻ വെക്കരുത്. അതല്ല പ്രോമി, അതെന്താ വീട്ടില് വരുമ്പോ പ്രോമി എന്താ ഹെൽപ്പ് ചെയ്യാത്ത? ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരെ പറഞ്ഞു ഞാൻ പേടിച്ചു പോയി. അതല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങൾക്ക് ഉള്ളതാണല്ലോ. സത്യല്ലേ പറയണേ? എന്ത് അല്ലേ? അതൊരു വാസ്തവമായ കാര്യമാണ്, അതൊരു സത്യാവസ്ഥയാണ്. ഇനിയിപ്പോ ഞാനതിൽ ദേഷ്യപ്പെട്ടിട്ടൊന്നും നോക്കിക്കേ, ഇളക്കുണ്ടോ? എത്ര ഉഷാറായിട്ട് പായസം ഇളക്കണം നോക്കി. അതല്ലെങ്കിൽ ആരെങ്കിലും കാണാണ്ടെങ്കിൽ എനിക്ക് ഇളക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ശരിയാ. ലാസ്റ്റ് ഭയങ്കര ശരിയാ. ലാസ്റ്റ് ഓക്കെ, അപ്പൊ നമ്മള് മതി. ഇനി എന്താ? അടിയിൽ അടി പിടിക്കുന്നൊന്നുമില്ല. സിമ്മിലിട്. ഓക്കെ, അടി പിടിക്കുന്നൊന്നുമില്ല. ഓക്കെ, ഈ പ്രോമിക്ക് ഇങ്ങനെ ഇപ്പൊ ഷോ കാണിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാലേ, ഈ അവിടെ കടയിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ പോയിട്ട് വന്നിരുന്ന് കഴിയുമ്പോൾ ആ നാട്ടിലത്തെ പരദൂഷണം പറച്ചിൽ അങ്ങനത്തെ ഒരു സ്വഭാവം പ്രോമിക്കുണ്ടോ? അതോ സെറ്റിൽ പോയി വന്നു കഴിയുമ്പോൾ ഇതൊക്കെയാണോ ഇങ്ങനെ വിശേഷങ്ങൾ പറയുക, അവിടുത്തെ കാര്യങ്ങൾ പറയുക? ഇതിലാരെന്തെങ്കിലും ആരാ? ആ ഒരു രണ്ടുപേർക്കും പാരിതോഷികം പറച്ചിലില്ല. തന്നെ ഞങ്ങളത് പറയോ? പക്ഷെ അങ്ങനെയല്ല കേട്ടോ. കമ്പാരിറ്റീവ്ലി ഞങ്ങൾ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാറുണ്ട്. ആവശ്യമുള്ള കാര്യങ്ങൾ അന്ന് നടന്ന നിതയാണ് കാര്യങ്ങൾ തന്നെ പറഞ്ഞു തീരാറില്ല. നിത പറയണേ ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ പോലും പറയണില്ല എന്നാ പറയണേ. നിത അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് ഞങ്ങള്. നിത പോയിട്ടുള്ള കാര്യങ്ങൾ നിത അവിടെ നിന്ന് ഒരു വശത്ത് നിന്ന് പറയുന്നു, ഞാൻ ഒരു വശത്ത് നിന്ന് കേൾക്കണം. ഞാനൊരു വശത്തിരുന്ന് പറയുന്നു, സമാധാനമായി വീഡിയോ വരെ ഉണ്ട്. ആണോ? വീഡിയോ വരെ കയ്യിലുണ്ടെന്ന് കേട്ടാ. വരും. ഈ കുട്ടീനെ കൊണ്ട് ഈ പ്രാവശ്യം ഓണത്തിന് ഒന്നും ഉണ്ടാക്കണ്ട കേട്ടാ. അതെ, ഈ ഓണത്തിനല്ല ഇതുവരെയുള്ള ഓരോ ഓണത്തിന് കൂട്ടേ വേണ്ട. ഇനി നമുക്കിത് പകർത്താലോ. ഇപ്പൊ ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ ചൂടാറിയിട്ട് മാത്രം സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഇപ്പോൾ ആപ്പിളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇല്ല, നല്ല ചൂടനെയായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാം. അല്ലെങ്കിൽ ആപ്പിളൊക്കെ ഇടുമ്പോ കുറച്ച് ചൂടാറി. കാരണം ഫ്രഷ് ഫ്രൂട്ട് ഒന്നും വേവണ്ടല്ലോ, അതിന്റെ ആ ഒരു ക്രഞ്ചി അതിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ഫ്രഷ് ഫ്രൂട്ട് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റി. പക്ഷെ നമ്മുടെ സമയപരിധി കാരണം ആ സെർവിംഗ് ഡിഷ് എടുത്താൽ താങ്കൾ മാറ്റണോ? ഭയങ്കര ഇഷ്ടമുള്ള ആളല്ലേ? എനിക്ക് വിളമ്പാനല്ല, ഇളക്കാനാണ്. ഓഹോ, ഇളക്കാനാണോ ഇഷ്ടം? അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ശരിക്കും ഇപ്പൊ പ്രോമി ആണെങ്കിൽ വേറെ സിനിമയിലോ സീരിയലോ അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരുപാട് ഇപ്പം നീത പിന്നെയും കുറെ ചെയ്തിട്ടുണ്ട്. അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിച്ചു വരട്ടെ. സിനിമയിൽ അഭിനയിക്കാൻ അല്ല ചോദിച്ചതിന്റെ എനിക്ക് തോന്നുന്നു ഞാൻ ബിസിനസ്സിലാണ് കൂടുതൽ കോൺസെൻട്രേഷൻ. അതല്ല ഞാൻ ചോദിക്കുന്ന അതൊന്നുമല്ല. പക്ഷേ നിങ്ങൾ ഇപ്പൊ കുറച്ച് നമ്പേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും നിങ്ങൾക്ക് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇഷ്ടമാണ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു റീല് ചെയ്യോ, നിങ്ങൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് നിങ്ങൾ ഇട്ടോ ഭയങ്കര വ്യൂവർഷിപ്പ് ആണ്. മക്കളും കൂടെ ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയും മക്കളും കൂടെ ഉള്ളൊരു സംഭവം ഇടുകയാണെങ്കിൽ ഭയങ്കര റീച്ചാ. ഇത്ര നിങ്ങൾക്ക് ഇങ്ങനെ അതെ കണ്ണിട്ടായിരിക്കട്ടെ, എങ്ങനെ ഇത്രയും നിങ്ങൾക്ക് ആൾക്കാരെ കയ്യിലെടുക്കുന്നത് എങ്ങനെ? ഇത് ആരുടെ ട്രിക്കാ? ശരിക്കും വെറുതെ അല്ല, ഭാര്യ എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ തന്നെ ഒരു ഗുണമാണെന്ന് എനിക്ക്. പിന്നെ തീർച്ചയായിട്ടും അതിനകത്തേക്കൂടെയല്ലേ ഞങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം ആയത്. പക്ഷെ അത് എന്നാലും നിങ്ങളുടെ ഒരു റീലിനെ പിന്നെ ഞങ്ങളതിനെ ഇങ്ങനെ എന്താ പറയുക, നമ്മളതിനെങ്ങനെ ഇത് ചെയ്ത് പോന്നു. പിള്ളേരെ ആയാലും എല്ലാവരും അറിയും. നമ്മളെല്ലാ റീൽസിലും പിള്ളേരെയൊക്കെ ചേർക്കാൻ ശ്രമിക്കുന്നുണ്ട് മാക്സിമം. ഫാമിലി റീൽസിന് എപ്പോഴും വെൽക്കം, ആക്സെപ്റ്റൻസ് ഉണ്ട്. ഓക്കേ ഓക്കേ, ഇതാ ഇവിടെ ഇനി എന്താ ഫ്രഷ് ഫ്രൂട്ട് സർ വേണമെങ്കിൽ ആപ്പിൾ ഇട്ടോളൂ. ഇനി നമുക്ക് നമ്മുടെ ഷെഫിനെ കൂടെ വിളിക്കാം. അപ്പൊ
നമ്മുടെ പാസ്ത പായസം ഒക്കെ റെഡി ആയിട്ടുണ്ട്. Ready. അങ്ങനെ നിത പ്രോമിയുടെ സ്പെഷ്യൽ പായസമാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് കണ്ടത്. നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് എന്തായാലും ഈ ഓണത്തിന് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. തീർച്ചയായിട്ടും. അപ്പൊ അതിനു മുമ്പേ നമുക്ക് ഹോളിഡേ ഇന്നിലെ ഷെഫിനെ തന്നെ നമുക്ക് വിളിക്കാം ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അല്ലേ യെസ്. പ്രോമി? ഇത് ഞാനൊന്ന് മാറ്റി വെക്കട്ടെ. യെസ്. അപ്പൊ ഇനി ഞാൻ നമ്മുടെ ഹോട്ടൽ ഹോളിഡേ ഇൻ കൊച്ചിനിലെ ഷെഫ് വിനീഷിനെ ഈ പാസ്ത പായസം ടേസ്റ്റ് ചെയ്യാനായിട്ട് സാദരം ക്ഷണിക്കുന്നു. വരൂ. ഹലോ, വരൂ. ദാ ഞങ്ങളുടെ പാസ്ത പായസം ഇവിടെ റെഡി ആയിക്കാണ്. ഞങ്ങളുടെ പാസ്ത പായസം റെഡി. അങ്ങനെയായി. എന്തായി എവിടെ ഇവിടുത്തെ ഓണാഘോഷം എവിടെ വരെ ഹോളിഡേയില് എല്ലാ ദിവസവും ഓണസദ്യ ഒക്കെ കൊടുക്കുന്നുണ്ടോ? ഓണാഘോഷം എത്രത്തോളമായി നടക്കുന്നു? നിങ്ങൾ ഇപ്രാവശ്യം ഇവിടെ എത്ര തരം പായസങ്ങളാണ് ഓരോ ദിവസവും വെക്കുക? 4 കൂട്ടം. അപ്പൊ ഇതുവരേക്കും പാസ്ത പായസം ഇവിടെ വെച്ചിട്ടില്ല. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇത് കഴിച്ചു നോക്കുമ്പോ ഇത് ഇവിടെ അടുത്ത പ്രാവശ്യം വെക്കാമെന്ന് തീരുമാനമാവും. അപ്പൊ നിങ്ങൾ ഇവിടെ വെക്കുകയാണെങ്കിൽ ഇത് നിത പ്രോമി പായസം എന്നാകണേ. ഓ മൈ ഗോഡ്, എന്റെ പേരിൽ വെക്കണമെന്ന് ഇഷ്ടമായെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ഞാനാണ് മെയിൻ ആയിട്ട്, മെയിൻ ഷെഫ് ഞാനാണ്, ഇത് അസിസ്റ്റന്റ്. മനസ്സിലായല്ലോ. ഞങ്ങൾ ഇതിനു മുമ്പേ ഞങ്ങൾ സ്ഥിരം ഞങ്ങളുടെ മൈൽ സ്റ്റോൺ കിച്ചൺ ആണല്ലോ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുക്ക് ചെയ്യാൻ വരാറുണ്ട്. ഇപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഒന്ന് കറക്റ്റ് പറഞ്ഞേ. ചെറിയ പേടിയുണ്ടെന്ന് തോന്നുന്നു. ഇല്ല പേടിക്കണ്ട. എങ്ങനെയുണ്ടെന്ന് നോക്കും. ഞാനും ഒന്ന് കഴിച്ചു നോക്കാം. അത് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. പൊമഗ്രനേറ്റ്, ആപ്പിള്, പാസ്ത എല്ലാം കൂടെ എടുത്ത് ടേസ്റ്റ് ചെയ്യണം. ആപ്പിൾ ഉണ്ട്, പാസ്ത, പൊമഗ്രനേറ്റ്. ഓക്കേ, റെഡി. കഴിച്ചോ? ചൂടില്ലേ? വാവ്. ഇറങ്ങിട്ട് പറയാവേ. അയ്യോ, എന്തായാലും ഇറക്കാൻ ഇറങ്ങിട്ട് പറയാതെ. അല്ല, ഷെഫ് പറയട്ടെ ആദ്യം. ഫസ്റ്റ് ഇത് കൊള്ളാം അല്ലേ? ഫസ്റ്റ് കൊള്ളാം എന്നാ പറഞ്ഞേ. താങ്ക് യു. ഇനി പോരായ്മകൾ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത് ഞാൻ ഇന്നലെ യെസ്റ്റർഡേ നൈറ്റ് ഞാൻ ഉറങ്ങണതിന് മുമ്പ് ആലോചിക്കായിരുന്നു എന്ത് വെറൈറ്റി ആണ് നമ്മൾ ഇതിൽ കൊടുക്കേണ്ടത്. സോ അങ്ങനെ എനിക്ക് 12 മണിക്ക് ശേഷം കിട്ടിയൊരു ഐഡിയ ആണ് പാസ്ത വെച്ചിട്ട് ഒരു എന്നൊക്കെ ഷെഫ് വിചാരിക്കും, പക്ഷെ ഇതൊന്നും അല്ല കാര്യം. ഇതൊരു കേർട്ടസി. ലൈക്ക് ഞാൻ പറയാനുള്ളത്, എന്റെ നാത്തൂൻ ബീന എന്ന് പറയുന്ന പ്രോമിയുടെ ഒരു പെങ്ങളുണ്ട്. ബീന ചേച്ചിയാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പായസം വെക്കാന്ന് എനിക്ക് പറഞ്ഞു തന്നത്. ആണല്ലേ? അങ്ങനെ. അപ്പൊ എന്തായാലും നന്നായിട്ടുണ്ട്. നല്ലൊരു പാസ്ത പായസം. ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ പാലട പായസം ഒക്കെ ഉണ്ടല്ലോ, അതിന് പകരം വേറെ എന്തെങ്കിലും വെക്കാമെന്ന് ചിന്തിച്ച് പാസ്തയിലെത്തിയതാണോ? അല്ല, ഇത് ഫോർ ചേഞ്ച് ഒക്കെ നമ്മൾ എപ്പോഴും കഴിക്കുന്നതിനകത്ത് ഒരു ചേഞ്ച് ആയി. ഹോളിഡേയിലെ അടുത്ത പായസമേളയിൽ നമ്മുടെ നിത പ്രോമി പായസം. ഓക്കെ, മിണ്ടുന്നില്ല. അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച്. പറഞ്ഞോളൂ. അതിന്റെ പേരിട്ടേക്കാം. ഇങ്ങനെയല്ലേ വലിയ വലിയ കാര്യങ്ങൾ ജനിക്കുന്നത്. കച്ചവടം നന്നായിട്ട് അറിയാലോ. താങ്ക് യു. അപ്പൊ താങ്ക് യു ഷെഫ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷെഫ്. താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ പെട്ടെന്ന് മക്കളുടെ വിശേഷങ്ങൾ കൂടെ പറഞ്ഞാൽ നമുക്ക് ഈ ഓണമേളം 2024 ഈ എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യാം. മക്കളുടെ വിശേഷങ്ങൾ. യെസ്, എനിക്ക് ഒരെണ്ണം, നിതയ്ക്ക് ഒരെണ്ണം. കല്യാണം കഴിക്കാൻ പ്രായമായോ? മക്കൾ മൂത്തവൻ പ്രോമിച്ചന്റെ പ്രായം വെച്ചിട്ട് പ്രോമിച്ചന്റെ മോന് കല്യാണം കഴിക്കാൻ പ്രായമായി കാണും. ആണോ? മൂത്തവൻ MA കോളേജിൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. രണ്ടാമത്തവൻ നിത പറയും. രണ്ടാമത്തെ ആള് +1 അങ്കമാലി വിശ്വജ്യോതിയിൽ കമ്പ്യൂട്ടർ എടുത്ത് പഠിക്കുന്നു. +1. ഓക്കെ. അപ്പം അവരുടെ കല്യാണമൊക്കെ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല. എന്തിനാ ഇത് ചോദിച്ചെന്നറിയോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കല്യാണത്തിന്റെ പരിപാടി മൈൽ സ്റ്റോൺ ഇവന്റ്സിന് കൊടുക്കണം. ഓ, മൈൽ സ്റ്റോൺ ഇവന്റ്സും ഉണ്ടോ? അതുണ്ട്. അയ്യോ, നേരത്തെ പറഞ്ഞിരുന്നു നാളത്തെ 1-ാം തീയതി എന്റെ ചേട്ടന്റെ മോന്റെ കല്യാണം. ആണോ? അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇനിയുണ്ടല്ലോ, ബർത്ത്ഡേ ആയിക്കോട്ടെ, നിങ്ങളുടെ ഓഫീസിന്റെ അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞില്ല, അങ്ങനത്തെ പരിപാടി ഇവന്റ്സ് എന്തെങ്കിലും ആയിക്കോട്ടെ, കോർപ്പറേറ്റ് ഇവന്റ്സ് ആയിക്കോട്ടെ, എൻഗേജ്മെന്റ് ആയിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, എന്ത് പരിപാടി ഉണ്ടെങ്കിലും മൈൽ സ്റ്റോൺ ഇവന്റ്സ് ഓർത്തോണം കേട്ടോ. ഒരു മേഖലയും വിട്ടിട്ടില്ല, എല്ലായിടത്തും തരും. സ്പെഷ്യൽ കണ്ടന്റുമായിട്ട് നിങ്ങളുടെ ആ ഒരു ഒക്കേഷൻ നല്ല ഭംഗിയായിട്ട് ബ്യൂട്ടിഫൈ ചെയ്ത് അതിന് നല്ലൊരു ഔട്ട് തരുന്നതായിരിക്കും മൈൽ സ്റ്റോൺ നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ. ഇനി
ഒരു 10-15 വർഷം കഴിയട്ടെ അല്ലേ? എന്തായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച് മൈൽസ്റ്റോണിന്റെ ഈ ഒരു വിശാല മനസ്കത പായസം വെക്കാനുള്ള അവസരം തന്നതിന് നന്ദി പറയുന്നത്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പം ഹാപ്പി ഓണം. നമുക്ക് ടേസ്റ്റ് ചെയ്യണ്ടേ? ടേസ്റ്റ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് രമ്യയുടെ ആങ്കറിങ് പഴയതിനേക്കാൾ ഒരു ഷാർപ്പായിട്ടുണ്ട്. ചില മേഖലകളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. അതിന്റെ ക്രെഡിറ്റ് മൈൽസ്റ്റോണിന്റെ പ്രൊഡ്യൂസർക്ക് തന്നെ ഇരിക്കട്ടെ. എന്നെ ഇടയ്ക്കിടയ്ക്ക് സ്പേസിലേക്ക് വിടുന്നതും അദ്ദേഹമാണ്, എന്നെ എർത്തിൽ നടത്തുന്നത് അദ്ദേഹമാണ്. രമ്യക്കും ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. അപ്പൊ നമുക്ക് നല്ലൊരു, നിങ്ങൾ ഓണം പാട്ട് പഠിക്കും. ഓണപ്പാട്ടോടുകൂടി പായസം ടേസ്റ്റ് ചെയ്തോണ്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, റെഡി? ഓണപ്പാട്ട് അല്ല, അതല്ലേ തെറ്റിപ്പോയി. അത് വൈകുന്നേരമാണോ പറഞ്ഞത്? അത് വൈകുന്നേരം പാടിയാ മതി. വേണം കുഴൽ വേണം കുരവ വേണം ഹാപ്പി ഓണം.